നമസ്കാരം. INDA എന്ന പ്രതിപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് അസദുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിലുള്ള മജ്ലിസ് പാർട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചേക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ മജ്ലിസ് പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്നത്. പ്രതിപക്ഷ സഖ്യത്തിന് വേരോട്ടമുള്ള UPയിലും ബീഹാറിലും ന്യൂനപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിവുള്ള മജ്ലിസ് പാർട്ടി മത്സരിച്ചാൽ അത് പ്രതിപക്ഷ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് INDA എന്ന പ്രതിപക്ഷ മുന്നണിക്ക് വലിയ വെല്ലുവിളിയായി തീരുകയും ചെയ്യും. അസദുദ്ദീൻ ഒവൈസിയുടെ ശക്തി കേന്ദ്രമായ തെലങ്കാനയ്ക്ക് പുറമെ ബീഹാറിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലുമാണ് പാർട്ടി ഇപ്പോൾ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബീഹാറിലും UPയിലും പരമാവധി സീറ്റുകൾ ഉറപ്പാക്കുക, നേടിയെടുക്കുക എന്നത് തന്നെയാണ് ഒവൈസി മുന്നോട്ട് വെക്കുന്ന തന്ത്രം. ജയന്ത് ചൗധരിയുടെ നേതൃത്വത്തിലുള്ള RLDയും നിതീഷ് കുമാറിന്റെ JDUവും NDA പാളയത്തിലേക്ക് പോയപ്പോഴും തേജസ്വി യാദവ് കൂടെയുണ്ട് എന്നതായിരുന്നു INDA മുന്നണിയുടെ ഏറ്റവും വലിയ കരുത്ത്. ഈ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നേരിടാൻ INDA മുന്നണി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒവൈസിയുടെ പാർട്ടിയിൽ ബീഹാറിൽ 7 സീറ്റിലും UPയിൽ 20 സീറ്റിലും മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഇത്തരത്തിലുള്ള പ്രതിപക്ഷ മുന്നണിയുടെ നീക്കങ്ങൾക്ക് വലിയ തിരിച്ചടി സമ്മാനിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രതിപക്ഷ സഖ്യത്തെ വലിയ ആശങ്കയിലേക്ക് തള്ളിവിടുന്നുമുണ്ട്. എന്തായാലും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മതേതര ചേരിയോടൊപ്പം നിൽക്കരുത് എന്നും അവരുടെ രക്ഷകർ തങ്ങളാണ് എന്നുമാണ് എല്ലാ കാലത്തും ഈ മജ്ലിസ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ മത്സരിക്കാൻ തെരഞ്ഞെടുത്തിട്ടുള്ള മുംബൈ, മറാത്തവാഡ എന്നിവിടങ്ങളിലെ മുസ്ലിം ജനസംഖ്യ 12%. അതുകൊണ്ട് തന്നെ ഒവൈസിയുടെ ഒരു സാന്നിധ്യത്തെ വില കുറച്ച് കാണാനും സാധിക്കില്ല. പ്രവർത്തകരും നേതാക്കളും ഒരേപോലെ പറയുന്ന കാര്യമാണ് ഹൈദരാബാദിലും ബീഹാറിലെ കിഷൻഗഞ്ചിലും തങ്ങൾ മത്സരിക്കുമെന്നുള്ള കാര്യം. അതിന് പുറത്താണ് UP, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി മത്സരിക്കും എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 MPമാരെയാണ് മജ്ലിസ് പാർട്ടി സ്വന്തമാക്കിയത്. ഒന്ന് ഹൈദരാബാദിൽ നിന്നായിരുന്നു, ഒവൈസി തന്നെയായിരുന്നു. 2 ഔറംഗാബാദിൽ നിന്നും ഇംതിയാസ് ജലീലാണ് പാർലമെന്റിലേക്ക് എത്തിയത്. ഈ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത്, ഗുണം ചെയ്യാൻ പോകുന്നത് അന്തിമമായും BJPക്ക് തന്നെയായിരിക്കും. BJP അധ്വാനിക്കാതെ തന്നെ കളം പിടിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒവൈസി ഇവിടെ ഒരുക്കി നൽകിയിരിക്കുന്നത്. ഒവൈസിയുടെ നീക്കങ്ങൾ പ്രതിപക്ഷ മുന്നണിക്കെതിരെയാണ് എങ്കിൽ പോലും ഇതിന്റെ നേട്ടം കൊയ്യാൻ പോകുന്നത് NDA എന്ന ഭരണപക്ഷ മുന്നണിയായിരിക്കും. പ്രത്യേകിച്ചും BJP തന്നെയായിരിക്കും. ഉത്തർപ്രദേശിലും ബീഹാറിലുമൊക്കെ ഇത് പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.